ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുക്കിംഗ് റേഷ്. കുക്കിംഗ് റേഷിൽ ഇന്ന് ഞാനൊരു വൈറ്റ് സോസ് ആണ് ഉണ്ടാക്കുന്നത്. വൈറ്റ് സോസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഫസ്റ്റ് ഒരു നോൺ സ്റ്റിക്ക് പാൻ വെക്കുക. നോൺ സ്റ്റിക്ക് പാൻ ലോ ഫ്ലെയിമിൽ വേണം എപ്പോഴും വെക്കാൻ. അപ്പോൾ പാനിൽ വെച്ച് പാനൊന്ന് ചൂടായപ്പോൾ 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടു. 2-3 അത് 4 ടീസ്പൂൺ ബട്ടർ വരെ നമുക്ക് ചേർക്കാം. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ടു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്യണം. മൈദ ഒന്ന് ഫ്രൈ ആവണം ബട്ടറിൽ കിടന്ന്. അപ്പോൾ മൈദ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് 1 കപ്പ് പാൽ ഒഴിച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്താൽ കട്ട പിടിച്ചിട്ടുള്ള മൈദയെല്ലാം ഒന്ന് മെൽറ്റായി നന്നായി ഒരു ഗ്രേവി സ്ട്രക്ചറിൽ വരും. അപ്പോൾ നല്ല സ്മൂത്തായിട്ടുള്ളൊരു ഫോം ആയിട്ടുണ്ട്. ഈ ഒരു സ്ട്രക്ചറാണ് നമുക്ക് വൈറ്റ് സോസിന് വേണ്ടത്. നമുക്ക് ഡ്രോപ്പായിട്ട് വരുന്നുണ്ട്. ഈ ഒരു സ്ട്രക്ചറിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പെപ്പർ ചേർക്കാം. വൈറ്റ് പെപ്പറാണ് ഏറ്റവും നല്ലത്. പക്ഷേ എൻ്റെ അടുത്ത് വൈറ്റ് പെപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബ്ലാക്ക് പെപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക് പെപ്പർ ചേർത്തെന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല, ഫ്ലേവറിന് മാറ്റമൊന്നും വരില്ല. പക്ഷേ ഒരു കളറ് ബ്ലാക്ക് ഷെയ്ഡ് ആ വൈറ്റ് സോസിൽ ഉണ്ടാവുന്നേ ഉള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്. ഇനി ഉപ്പ് നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം മിക്സ് ചെയ്തതിന് ശേഷം കുറവാണെന്ന് തോന്നുമ്പോൾ വീണ്ടും ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. വൈറ്റ് സോസിൽ വേണമെങ്കിൽ ഒരു പിഞ്ച് ജാതിക്കാപ്പൊടിയും ചേർക്കാം, ഓപ്ഷനാണ്.